ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ലോകത്തിലെ 7 വൻകരകൾ ഏതൊക്കെയാണെന്നാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്പർ 7, ഓസ്ട്രേലിയ. ഭൂഖണ്ഡങ്ങളിൽ ഏറ്റവും ചെറിയ ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ. മൊത്തം ഭൂവിസ്തൃതി 8.56 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഉള്ള ഓസ്ട്രേലിയൻ ഭൂഖണ്ഡം ഭൂമിയിൽ ഏറ്റവും ചെറുതും ഏറ്റവും താഴ്ന്നതും പരന്നതും രണ്ടാമത്തെ വരണ്ടതുമായ ഭൂഖണ്ഡമാണ്. നമ്പർ 6, യൂറോപ്പ്. പൂർണ്ണമായും വടക്കൻ അർദ്ധഗോളത്തിലും ഭൂരിഭാഗം കിഴക്കൻ അർദ്ധഗോളത്തിലുമായി സ്ഥിതി ചെയ്യുന്ന ഒരു ഭൂഖണ്ഡമാണ് ഇത്. യൂറോപ്പ് ഏകദേശം 50 പരമാധികാര രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ റഷ്യയാണ് ഏറ്റവും വലുതും ഏറ്റവും ജനസംഖ്യയുള്ളതും. നമ്പർ 5, അന്റാർട്ടിക്ക. ഭൂമിയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ളതും ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞതുമായ ഭൂഖണ്ഡമാണ് ഇത്. അഞ്ചാമത്തെ വലിയ ഭൂഖണ്ഡമായി ഇത് 1.9 കിലോമീറ്റർ കനമുള്ള അന്റാർട്ടിക് ഹിമപാളികളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ഏറ്റവും തണുത്തതും വരണ്ടതും കാറ്റുമുള്ളതുമാണ് അന്റാർട്ടിക്ക. നമ്പർ 4, സൗത്ത് അമേരിക്ക. തെക്കേ അമേരിക്ക പൂർണ്ണമായും പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലും ഭൂരിഭാഗവും ദക്ഷിണാർദ്ധഗോളത്തിലുമുള്ള ഒരു ഭൂഖണ്ഡമാണ്. ഇവിടെ ഏകദേശം 90% ക്രിസ്തുമതമാണ് ഉള്ളത്. ഈ ഭൂഖണ്ഡത്തിൽ 12 പരമാധികാര രാജ്യങ്ങൾ ഉൾപ്പെടുന്നു. നമ്പർ 3, നോർത്ത് അമേരിക്ക. വടക്കേ അമേരിക്ക വടക്കൻ പടിഞ്ഞാറൻ അർദ്ധഗോളങ്ങളിലെ ഒരു ഭൂഖണ്ഡമാണ്. ഏകദേശം 74.6% ക്രിസ്തുമതമാണ് ഇവിടെയുള്ളത്. ഏഷ്യയ്ക്കും ആഫ്രിക്കയ്ക്കും ശേഷം വലുപ്പത്തിൽ മൂന്നാമത്തെ വലിയ ഭൂഖണ്ഡമാണ് ഇത്. നമ്പർ 2, ആഫ്രിക്ക. ഏഷ്യ കഴിഞ്ഞാൽ ലോകത്തിലെ രണ്ടാമത്തെ വലിയ ഭൂഖണ്ഡവും ഏറ്റവും ജനസംഖ്യയുള്ള രണ്ടാമത്തെ ഭൂഖണ്ഡവുമാണ് ആഫ്രിക്ക. 2024 കണക്കനുസരിച്ച് 1.4 ബില്യൺ ജനങ്ങളുള്ള ഇത് ലോകത്തിലെ മനുഷ്യ ജനസംഖ്യയുടെ 18% വരും. നമ്പർ 1, ഏഷ്യ. ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡമാണ് ഇത്. ഭൂമിയുടെ മൊത്തം വിസ്തൃതിയുടെ ഏകദേശം 30%വും ഭൂമിയുടെ മൊത്തം ഉപരിതലത്തിന്റെ 8%വുമാണ് ഇത് വരുന്നത്. മനുഷ്യ ജനസംഖ്യയുടെ ആദ്യകാല നാഗരികതകളിൽ പലതിന്റെയും സ്ഥലമായിരുന്നു ഏഷ്യ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഇതിൽ ഏത് ഭൂഖണ്ഡത്തിലാണ് താമസിക്കുന്നത് എന്ന് കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.